എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. നമ്മളിപ്പോ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറീന ബീച്ച് അങ്ങ് ചെന്നൈയില് മറീന മോളിന്റെ അടുത്താണ്. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നു മറീന മാളിലേക്കല്ല, മറിച്ച് മറീന മാളിന്റെ അകത്തേക്ക് നമ്മള് ഓക്കെ നമ്മള് പോകുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് ഹിയർ ആക്ച്വലി. വീഡിയോ ഫൈൻ ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. അവര് നമുക്ക് ഫോട്ടോ എടുത്ത് തരാന്നല്ലേ? നമുക്കല്ല, എന്നെ കണ്ട് എന്റെ ഗ്ലാമർ കണ്ട് അവരൊന്ന് ചോദിച്ചു ഞാനൊരു ഫോട്ടോ എടുത്ത് തരട്ടെ സുന്ദര കുട്ടാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് വീഡിയോ ആണ്, അണ്ണൻ പോയിക്കോന്ന് പറഞ്ഞു. ഒരു സായിപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മറീന മാളിന്റെ അകത്തേക്ക് നമ്മൾ പോകും, പക്ഷെ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. മറീന മാളിന്റെ അടുത്ത് എന്താണ് ഉള്ളത് സംഭവം? ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞ മ്യൂസിയം പോലത്തെ ഒരു സംഭവം ഉണ്ട്. രാജേഷേട്ടന്റെ മാത്രം ഇൻട്രസ്റ്റ് ആണ്. ഇത് ആക്ച്വലി താല്പര്യമില്ല മ്യൂസിയം ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ. ഇൻട്രസ്റ്റിന്റെ പുറത്ത് പോണതല്ല കേട്ടോ ഗൈസ്. ഇത് ആക്ച്വലി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ ആയിട്ടാണ് ഇതൊരു പറയുന്നത്. അപ്പൊ ചിലപ്പോ ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടേക്ക്. അതെന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം ഉണ്ടാവും, നിങ്ങളുടെ ഇടയിലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാവുന്ന ഒരു സംഭവമായിരിക്കും ഇത്. എന്തായാലും ഇത് ഇപ്പൊ തന്നെ സമയം ഏകദേശം 5 മണിയുടെ അടുത്തായി. കുറച്ചുകൂടി കഴിഞ്ഞ ഇവിടുത്തെ വെളിച്ചം പോകും. അപ്പൊ അതിനു മുൻപ് നമ്മൾ അവിടെ എത്തിപ്പെടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ശരിയല്ലോ, സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൈഡില് അതെ, നമ്മുടെ സൈഡിൽ കുറെ യാച്ചുകളൊക്കെ കാണാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂർ സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പാക്കേജുകളുണ്ട്. യെസ്, ഏതൊക്കെ പാക്കേജുകൾ നമുക്കറിയില്ല, അതാണ് പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് അടിച്ചത്. അപ്പോൾ അങ്ങനെ പാക്കേജും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എടുക്കാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങാനൊക്കെ പോകാം. അത് മാത്രമല്ല, പിന്നെ സ്കീ ബോട്ടോ അങ്ങനെ എന്തൊക്കെയോ പറയാം, ജെറ്റ് സ്കീ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ടൂർ ഓഫീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ അടുത്ത് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ അത് ചെയ്യാത്തത് കാരണമാണ് നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാഞ്ഞത്. അതെ, അപ്പോൾ ഇവിടെ നമ്മളതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെന്താണ്, അപ്പൊ ഇതെന്ന് വെച്ചാൽ ഈവനിങ് ഒക്കെ നിങ്ങൾക്ക് വരാനും പോകാനും കാണാനും പറ്റിയ ഒരുപാട് കാഴ്ചകളും സംഭവങ്ങളും ഇപ്പോ കറന്റ്ലി നല്ല തണുപ്പൊക്കെ ആട്ടോ. ഇപ്പൊ നല്ല തണുപ്പൊക്കെ ഉണ്ട്. അയ്യോ, സ്വെറ്റർ എടുക്കാൻ മറന്നുപോയി. വൈകുന്നേരം ഭയങ്കര തണുപ്പാവും. അപ്പൊ നമ്മൾ സ്വെറ്റർ ഇട്ടിട്ടാ പുറത്തിറങ്ങാറ്. ഇപ്പൊ സ്വെറ്റർ എടുത്തിരുന്നില്ല. ഓക്കെ, എന്തായാലും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഹെറിറ്റേജിന്റെ എന്തോ സംഭവം ഉണ്ടെന്നാണ്, ഹെറിറ്റേജ് വില്ലേജ് അത് ഉണ്ടെന്നാണ് എന്റെ അറിവ്. ഏകദേശം മാളിന്റെ അവിടെ നിന്ന് അവിടേക്ക് നടക്കാൻ ഇത്തിരി ദൂരമുണ്ട്. 20 മിനിറ്റോളം നമുക്ക് നടക്കണം, എന്നാലും നമുക്ക് എത്താൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാവേ. നമ്മളിപ്പോൾ അബുദാബി ഹെറിറ്റേജ് വില്ലേജിൻ്റെ അകത്താണ് എത്തിയിരിക്കുന്നത്. ഇത് പണ്ടത്തെ അബുദാബിയുടെ കുറേ ചരിത്രവും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്തെ വിഷ്വൽസ് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. മൊണ്ടാഷ് പോലെ ഫാസ്റ്റായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പെട്ടെന്ന് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ കാണാം, എൻജോയ് ചെയ്യാം, തിരിച്ചു വരാം. ഗൈസ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ, അയ്യോ, ഇതെന്ന് പറയുന്നതേ ഇതിന്റെ പേര് വന്നിട്ട് എന്താ, കൂട്ടാന്നാണ് ഇതിന്റെ പേര്. ഇത് തീരെ കോസ്റ്റൽ ഏരിയാസ് ആൾക്കാര് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലും ഇതുപോലൊക്കെ തന്നെ ഓലപ്പരകൾ അതുപോലെ തന്നെ. പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് പനയുടെ ഓല കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ്. കോസ്റ്റൽ ഏരിയയിൽ പണ്ട് കാലത്ത് താമസിച്ചിരുന്ന ആളുകൾ താമസിച്ചിരുന്ന വീടുകളാണിത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. അപ്പൊ അതിന്റെ ഒക്കെ ഓർമ്മകളാണ് ഈ ഒരു വീടുകളിൽ ഉള്ളത്, അല്ലെ? എന്റെ മലയാളം കറക്റ്റ് ആണ്.
അതെ. അപ്പോൾ അവരുടെ ഒരു നൊസ്റ്റാൾജിയും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേര് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാവുന്നതാണ്. പറഞ്ഞില്ലേ ഈ കടൽ തീരത്തുള്ള കടലിൽ താമസിക്കും അല്ല കടലില് ഉപജീവനമായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ വളരെ എന്താ പറയാ, സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഭയങ്കര പാവപ്പെട്ട വീട്ടിൽ അങ്ങനത്തെ ഒരു ഇതൊക്കെയാ. പക്ഷെ ഇവിടെ നല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നല്ല അടച്ചുറപ്പും കാര്യങ്ങളൊക്കെയാ. എന്തായാലും ശരിക്കുള്ള ഇൻഫോർമേഷൻ അല്ല ആയിരിക്കുള്ളൂ, എനിക്കറിയില്ലല്ലോ ഇതിനെ കുറിച്ച്. അത് ഇത് തൊട്ട് നോക്ക്, നല്ല ഇരുമ്പിന്റെ മരം കൊണ്ടുള്ളതൊക്കെയാ. ഇരുമ്പിന്റെ മരല്ല, ഇരുമ്പിന്റെ ഇതൊക്കെ വെച്ച് മരത്തിന്റെ ഇതൊക്കെ വെച്ച് ഒരു കാര്യം നീ എന്ത് പറഞ്ഞാലും ഇങ്ങനെയാണല്ലോ, നീ വന്ന് തോൽവിയാണല്ലോ ഗൈസ്. അപ്പോൾ ബാക്കി സംഭവങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അയ്യോ നമ്മളിപ്പോ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. യെസ്, സംഭവം ഭയങ്കര എന്താ പറയാ, ഇവിടുത്തെ പഴയ കാലം നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ എല്ലാവരും പഴയ കാലത്തെ സംഭവങ്ങൾ നമുക്കറിയാം. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഇത് എന്റെയും അജയ്ച്ചന്റെയും ടേസ്റ്റിലുള്ള സംഭവമല്ല. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ പഴയ കാര്യം. എനിക്ക് പഴയ കാര്യങ്ങള് നമ്മുടെ നാട്ടിലത്തെ രാജാക്കന്മാരുടെ ഓർണമെന്റ്സ് അങ്ങനത്തെയൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ്. ഇതും ഞാൻ കണ്ടു, പക്ഷെ നമ്മളുടെ ടേസ്റ്റിന് പറ്റിയതല്ല. പക്ഷെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ പഴയ ബോട്ട്സ് കാണാൻ പറ്റും, പഴയ കോസ്റ്റൽ ഏരിയയിലുള്ള ആൾക്കാർ എങ്ങനെ ജീവിച്ചെന്നുള്ളത് കാണാൻ പറ്റും. പഴയ അബുദാബിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് എടുത്ത് ശരിക്കും കാണിച്ചേക്കണേ. പഴയ അബുദാബിയുടെ ഒരു എന്താ നീ പറഞ്ഞോ, പഴയ അബുദാബിയുടെ പിക്ചർ കാണാൻ പറ്റും നമുക്ക്. പഴയ ഇവിടുത്തുകാർ ഉപയോഗിച്ചിരുന്ന ഓർണമെന്റ്സ് അത് ഇത്, പിന്നെ കുഞ്ഞു ഒരു കിണർ, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഇത്രേ ഉള്ളു കിണറ്, അല്ല ഇത്രേ ഉള്ളു ആ കിണറിന്റെ ഇത്. നിങ്ങള് വീടിന്റെ അത്രയും പോകുന്ന പുൽക്കൂട് ഉണ്ടാക്കുന്ന ടീംസ് അല്ലേ, അപ്പൊ ഇത്ര ഉണ്ടാവുള്ളൂ കിണറൊക്കെ. എന്താണ് സത്യം പറഞ്ഞാൽ വയ്യാണ്ടായി നടന്ന് അത് വേറെ. ഇതിന്റെ ഉള്ളിൽ ഒത്തിരി നടന്ന് കാണാൻ മാതിരി ഒന്നും ഇല്ല. എന്നാൽ പോലും മറീനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ കാറിനോ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത്ര അവശതയൊന്നും ആവില്ല. നടന്നാൽ വരുന്നുണ്ടെങ്കിൽ നമ്മള് അവശതയാകും. ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ. ദെൻ സ്റ്റാർട്ട്. ഒന്നും പറയാനില്ല ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ട കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ അടുത്ത് ഇവ പറഞ്ഞത് കൂടാതെ ഒരു ചെറിയൊരു ബീച്ച് ഉണ്ട് നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട്. പിന്നെ മറീന മോളുണ്ട്, ഒരു മിനിറ്റ്. പിന്നെ മറീന അത് പ്രീ വിഷമാവും. പിന്നെ മറീന മോളുണ്ട്. അതിൻ്റെ ഉള്ളില് നിങ്ങൾ ഭർത്താക്കന്മാരുടെ കൂടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാരി ഫോറിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ചു പോവാം. പ്രസംഗം ഓ ഞാൻ പറഞ്ഞതൊക്കെ ഇൻഫോർമേറ്റീവ് അല്ലേ? റിയലി ഇൻഫോർമേറ്റീവ്. ഗൈസ്, നമ്മൾ പറയാറില്ലേ അബുദാബി രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാന്ന്. ആ വിഷ്വൽസ് കുറച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശരിക്കും അബുദാബി എന്തുമാത്രം ഭംഗിയാണ് രാത്രി കാണാനായിട്ട് കേട്ടോ. കണ്ടു നോക്കേ, നോക്കി നോക്കിയാ കണ്ടു നോക്കിട്ടോ എങ്ങനെയുണ്ടെന്നേ. നന്നായിട്ടാവും, ഞാനല്ലേ ചെയ്യുന്നത്. നീ എന്താ എന്നെ കുറിച്ചൊരു അഭിമാനം ഇല്ലാത്തത്? താങ്ക് യു. അപ്പോ പറഞ്ഞോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളപ്പോൾ ക്യാരി ഫോറിലും വന്നു, ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, എന്നിട്ട് റൂമിലേക്ക് തിരിച്ചു പോവാണ്. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. കാര്യമായിട്ട് സംഭവങ്ങൾ അധികം എക്സൈറ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്നില്ല, കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും എല്ലാവരും നന്മകളുണ്ടാവട്ടെ. ടാറ്റാ.
എവിടെ മാച്ചില്ലല്ലോ. മാച്ചില്ലേ, കടല മാത്രം ഇട്ട് മിഠായി കിട്ടിയല്ലോ. എന്താ അവരത് മാച്ചു? 4000 വർഷം മുമ്പുള്ളതാ. എന്തുട്ട് ടോം ടോമാ ടോം എന്ന് വെച്ചാ? ആ 6 chambers ഉണ്ട് ഇതിന്റെ അകത്ത്. ഈഫിൽ ടവറാ? ഈഫിൽ ടവർ ടെലഫോൺ ടവറാണ് ഗൈസ്. അവിടേക്ക് എത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കട്ടെ. യാട്ട് പോലത്തെ ഏരിയ അല്ലേ ഇതൊക്കെ കിടക്കുന്നത്? യാത്താടി, അതിന്റെ പേരാണ്. യാച്ചല്ലേ, യാട്ടല്ലല്ലോ. അത് കട്ട് ചെയ്തിട്ട് വേറെ എടുക്കുക. ഇവള് അലമ്പാക്കുന്ന തോന്നുന്നു. പെൺപിള്ളേർക്കൊക്കെ മനസ്സിലാവും. സീ ബ്ലൂ കളർ ഡ്രസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതന്നെ.